ബംഗ്ലാദേശിൽ ഹസീന സർക്കാർ അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം അവിടെ ISI പ്രവർത്തനങ്ങൾ സജീവമാകുന്നു എന്ന റിപ്പോർട്ടുകൾ പല കോണുകളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അടുത്തിടെ ലഫ്റ്റനൻറ്റ് ജനറൽ AB ശിവാനെ ഫസ്റ്റ് പോസ്റ്റിൽ നടത്തിയ ചില നിരീക്ഷണങ്ങൾ വളരെ ശ്രദ്ധയാകർഷിക്കുന്നതാണ്. ISI എങ്ങനെയാണ് ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം സവിസ്തരം പ്രതിപാദിക്കുന്നു. ISI ബംഗ്ലാദേശിലേക്ക് നുഴഞ്ഞു കയറുന്നത് കടൽ മാർഗമാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള കപ്പലുകളിൽ ആയുധവും മയക്കുമരുന്നും ബംഗ്ലാദേശിൽ ഇപ്പോൾ എത്തുന്നുണ്ട്. അതിൻ്റെ മറവിലാണ് ISIയും എത്തുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകാനും പിന്തുണയ്ക്കാനും ഉദ്ദേശിച്ചുള്ള കയറ്റുമതി കപ്പൽ മാർഗം നടക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നു എന്നത് ഒരു വശത്ത്, സമാധാനത്തിന് ഈ പ്രവൃത്തി തീർത്തും ഭീഷണിയാവുകയാണ്. അവിടുത്തെ മൊത്തം രാഷ്ട്രീയ സാഹചര്യത്തെ അസ്ഥിരപ്പെടുത്താൻ കൂടി രൂപകൽപ്പന ചെയ്ത പദ്ധതികളാണ് ISI നടപ്പിലാക്കുന്നത് എന്നാണ് വിമർശനം. ബംഗ്ലാദേശിൽ ഉറുദു സംസാരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ബീഹാരികൾ എന്നാണ് അവരെ അവിടെ വിളിക്കുന്നത്. പ്രത്യേകിച്ച് ബീഹാറിൽ നിന്ന് കുടിയേറി അങ്ങോട്ടേക്ക് പോയവർ, അല്ലെങ്കിൽ വിഭജനത്തിൻ്റെ കാലത്ത് അങ്ങോട്ടേക്ക് പോയവർ. അവർ ബംഗാളിയല്ല സംസാരിക്കുന്നത്, മറിച്ച് ഉറുദുവാണ്. ഇങ്ങനെ ഉറുദു സംസാരിക്കുന്ന ഈ വിഭാഗത്തെ അവിടെ ചരിത്രപരമായി പരിശോധിക്കുകയാണെങ്കിൽ അവരെ നമുക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയാം. അവർ ഒട്ടനവധി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്, സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലാണ്. അങ്ങനെ ഏതാണ്ട് ഈ ബീഹാരികൾ എന്ന് വിളിക്കുന്ന ഈ വിഭാഗം അവിടെ ഒരു 3 ലക്ഷത്തോളം ആളുകൾ ഉണ്ടാകും എന്നാണ് കണക്കുകൂട്ടൽ. ഇവർക്കിടയിലാണ് ISI പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന ആക്ഷേപം. ഇവരെ അതിനുവേണ്ടി വിനിയോഗിക്കുന്നു. ഇവർക്കിടയിൽ ഈ പ്രവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രം സൃഷ്ടിക്കുന്നു. അവർക്ക് തീവ്രവാദ പരിശീലനം ISI നൽകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന സംശയം ശക്തമാണ്. അപ്പോൾ ഈ ചൂഷണം, ഈ സമൂഹത്തിൻ്റെ ദുരവസ്ഥയെയാണ് ചൂഷണം ചെയ്യുന്നതെങ്കിലും അത് അവരുടെ തന്നെ സാഹചര്യത്തെ കൂടുതൽ വഷളാക്കുകയാണ്. ഗുരുതരമായ സുരക്ഷാ ഭീഷണി ഉയർത്തുക എന്നത് മറ്റൊരു വിഷയം. അതിർത്തി കടന്നുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിവുള്ള ഒരു ശൃംഖല സൃഷ്ടിക്കുക എന്നതാണ് ISI ലക്ഷ്യം വയ്ക്കുന്നത്. അതോടൊപ്പം ഈ ലഫ്റ്റനൻറ്റ് ജനറൽ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം, രോഹിംഗ്യൻ വിഭാഗത്തിനിടയിലും ഈ ISI ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ്. പ്രത്യേകിച്ച് ഈ രോഹിംഗ്യ സാൽവേഷൻ ആർമിയിൽ ഒക്കെ ഇവർ ഇടപെട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഹിസബ് ഉദ് തഹ്രീർ എന്ന സംഘടന ചിലർക്കൊക്കെ പരിശീലനം നൽകുന്നു. അങ്ങനെ അവരുടെ പരിശീലനം ലഭിച്ച ഇടനിലക്കാർ ISI പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് ഈ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അവർക്ക് ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ, പിന്തുണ ഒക്കെ കൊടുക്കുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എങ്കിലും അത് മ്യാൻമറിനെ കൂടെ ലക്ഷ്യമിടുന്നു എന്ന കാര്യം അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ദ്വിമുഖ തന്ത്രം ആണ് ആ മേഖലയിൽ ഉപയോഗിക്കുന്നത്. 2 രാജ്യങ്ങളെ ഒരേപോലെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം ISI അവിടെ നടത്തുന്നു എന്നാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. ISIയുടെ തന്ത്രങ്ങൾ നേരിട്ടുള്ള ആക്രമണങ്ങളാണ് പലപ്പോഴും എന്ന് വ്യക്തമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് സൈബർ ആക്രമണങ്ങളും വളരെ ശക്തമായി നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ സൈക്കോളജിക്കൽ അറ്റാക്ക്, മനഃശാസ്ത്രപരമായ തന്ത്രങ്ങൾ. അപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ചില സൈബർ യൂണിറ്റുകൾ ചെയ്യുന്നത് അവിടുത്തെ ഹിന്ദുക്കൾക്കൊക്കെ ഭീഷണി സന്ദേശം അയക്കുകയാണ്. ഇന്ത്യൻ ഏജൻറ്റുമാർ എന്ന് അവരെ മുദ്രകുത്തുകയും അങ്ങനെ പ്രചരണം നടത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ അത് ഈ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ആശങ്ക ഉയർത്തുകയാണ്. അവരെ ബംഗ്ലാദേശ് വിരുദ്ധ നിലപാടുള്ളവരാണ്, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കുന്നവരാണ് എന്നൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയരാക്കുന്നു. ഈ സൈബർ ഉപദ്രവം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്നു, ഭയമുണ്ടാക്കുന്നു. ഇതെല്ലാം ബംഗ്ലാദേശിനെ കൂടി ബാധിക്കുന്നു എന്നതാണ് അതിലെ ഒരു യാഥാർത്ഥ്യം. ബംഗ്ലാദേശിൻ്റെ സാമൂഹിക ഐക്യത്തെയാണ് അവർ ദുർബലപ്പെടുത്തുന്നത്. ഇപ്പം ന്യൂനപക്ഷമായാലും അവർ ആ രാജ്യത്തിൻ്റെ ഭാഗമാണ്. ആ രാജ്യത്തിൻ്റെ ഭാഗമായി അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ആ ഭയവും അസ്ഥിരതയും അവരെ പലതരം പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഭയപ്പെടുത്തുക എന്നതാണ് ഇതിലെ പ്രധാന ഉദ്ദേശം. പക്ഷേ അതിൻ്റെ അനന്തരഫലങ്ങൾ ദൂരവ്യാപകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് സമൂഹ ജീവിതത്തിൻ്റെ സത്തയെ തന്നെ ബാധിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി നടക്കാനിരിക്കുന്ന ചില പ്രധാന കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഈജിപ്തിലെ ചില
സൈനിക ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി പാക് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസുമായി കൂടിക്കാഴ്ച നടത്തും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ പാക് പ്രധാനമന്ത്രി ബംഗ്ലാദേശുമായി ഇത്തരത്തിൽ ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്തായിരിക്കും എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ഇത് ISI എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നതാണ് ഇവിടെ എല്ലാവരും വളരെ ഗൗരവത്തോടെ നോക്കിക്കാണുന്നത്. കാരണം ISIയുടെ സ്വാധീനം ബംഗ്ലാദേശിൽ വിപുലീകരിക്കാനുള്ള തന്ത്രങ്ങൾ പല തരത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ഇതോടൊപ്പമാണ് ഈ ഡാനിയൽ സ്റ്റീഫൻ കോട്നിയുടെ കാര്യം. ഡാനിയൽ സ്റ്റീഫനെ 2017 കരിമ്പട്ടികയിൽപ്പെടുത്തി ഇന്ത്യയിൽ നിന്ന് നാട് കടത്തിയതാണ്. ഇയാൾ ഒരു അമേരിക്കൻ പൗരനാണ്, മതപരിവർത്തനമാണ് പ്രധാന ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ ഇയാൾ നേപ്പാളിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ബിസിനസ് വിസയുടെ മറവിൽ നേപ്പാളിൽ ഒരു താവളത്തിൽ ഒളിഞ്ഞിരിക്കുന്നു, അവിടെ നിന്ന് പ്രവർത്തനങ്ങൾ നടത്തുന്നു. അത് അന്താരാഷ്ട്ര തലത്തിൽ സമാധാനത്തിനൊരു ഭീഷണിയായി ഇദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. നേപ്പാളിലെ ഭരണാധികാരികളുടെ പിന്തുണയുണ്ട് എന്ന ആക്ഷേപവും ശക്തമാണ്. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ISI പിന്തുണയുള്ള നെറ്റ്വർക്കുകളിൽ നിന്ന് ഭീഷണി ഉയരുന്നുണ്ട്. അത് സഹായിക്കാൻ ഈ വ്യക്തിക്ക് കഴിയുന്നു എന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. അപ്പോൾ അതിർത്തി കടന്നുള്ള ഭീകരവാദം, ആയുധക്കടത്ത്, ഇതൊക്കെ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ എങ്ങനെ ബാധിക്കും എന്ന കാര്യം ശക്തമായി പരിശോധിക്കേണ്ടതുണ്ട്. ബംഗ്ലാദേശുമായുള്ള ഉഭയകക്ഷി ബന്ധത്തെയും ഇത് വല്ലാതെ വഷളാക്കുന്നു എന്നതും ശ്രദ്ധേയം. ബംഗ്ലാദേശിനെ അന്താരാഷ്ട്ര ഭീകരതയുടെ ഒരു വിക്ഷേപണ കേന്ദ്രമായി സ്ഥാപിക്കാൻ ISI ശ്രമിക്കുന്നു എന്നാണ് ഇൻ്റലിജൻസ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിൽ ISI വിജയിച്ചാൽ അത് ഇന്ത്യയുടെ മാത്രമല്ല ദക്ഷിണേഷ്യയുടെ മുഴുവൻ സമാധാന സാഹചര്യത്തെയും ബാധിക്കും എന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ ഇൻ്റലിജൻസ് ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോൾ തിരിച്ചറിയണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വരികയാണ്. ISI നെറ്റ്വർക്കുകളെ ഫലപ്രദമായി നിരീക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയുന്നുണ്ട്. അപ്പോൾ അതിന് സ്വാഭാവികമായും ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള പ്രാദേശിക സഹായം കൂടി ലഭിച്ചാൽ അത് കൂടുതൽ ഫലവത്താകും എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതോടൊപ്പം ഈ അതിർത്തി കടന്നുള്ള ആയുധങ്ങളുടെയും മയക്കുമരുന്നിൻ്റെയും ആയുധങ്ങളുടെയും കടത്ത് അതിർത്തിയിൽ ഇന്ത്യ ശക്തമായി തടയുന്നുണ്ട്. അത് കൂടുതൽ ഊർജിതമായ പ്രവർത്തനം അതിനാവശ്യമാണ് എന്നുകൂടി ഈ മുൻ പട്ടാള ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു. ഈ സമുദ്രം, കര അതിർത്തികളിൽ ഒക്കെ സീൽ ചെയ്ത് അവിടെ മെച്ചപ്പെട്ട നിരീക്ഷണം നടത്തേണ്ടതുണ്ട്. ഒപ്പം ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് കൂടി ഇന്ത്യ മുൻകൈ എടുക്കണം. കാരണം ഇവരാണ് പലപ്പോഴും ചൂഷണത്തിന് വിധേയരാകുന്നത്. അപ്പോൾ ഈ ബാഹ്യശക്തികൾ ഇവരെ ചൂഷണം ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അവരെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുകയും ചെയ്യുന്നു. ഡാനിയൽ സ്റ്റീഫൻ കോട്നിയെ പോലുള്ളവരുടെ കാര്യത്തിൽ ശക്തമായ നിലപാട് നമ്മുടെ രാജ്യം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം എന്ന ഒരു കാര്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഈ ഒരു അന്തർദേശീയ ശൃംഖല സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ISI നടത്തുന്നത്. അത് തുറന്നു കാട്ടാനും നിർവീര്യമാക്കാനും ആഗോള സഖ്യകക്ഷികളെ ഒപ്പം നിർത്തിക്കൊണ്ട് അവരെയും കൂടി സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. അത്തരം അന്തർദേശീയ ശൃംഖലകളെ തുറന്നു കാട്ടാനും നിർവീര്യമാക്കാനും ആഗോള സഖ്യം അനിവാര്യമാണ്. സഹകരിച്ചുള്ള ശ്രമങ്ങൾ വിവിധ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ആവശ്യമാണ്. യന്ത്രവൽകൃത സേനയുടെ മുൻ ഡയറക്ടർ ജനറലാണ് ഇത്തരം ഒരു നിരീക്ഷണം നടത്തുന്നത്. ISIയെ തടയാൻ ഫലവത്തായ ഒരു രീതി ഇന്ത്യ നേരത്തെ തന്നെ അവലംബിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബംഗ്ലാദേശിൻ്റെ നിലവിലെ സാഹചര്യം കൂടി കണക്കിലെടുത്ത് ആ വിഷയത്തിന് കൂടുതൽ പരിഗണന നൽകണം എന്നുകൂടി ലഫ്റ്റനന്റ് ജനറൽ ശിവാനെ പറഞ്ഞു വയ്ക്കുന്നു.